എത്രയോ മഹല്ലത്തുകളിൽ, മലപ്പുറം ജില്ലയിലെ വിവിധ മഹല്ലുകളിൽ, പരിസര മഹല്ലുകളിലൊക്കെ നമ്മുടെ വാപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, അവരുടെ ഖബറുണ്ട്. ഏത് വെള്ളിയാഴ്ച എത്ര പ്രാവശ്യം നമ്മൾ അവിടെ പോയി സിയാറത്ത് ചെയ്യാറുണ്ട് സഹോദരങ്ങൾ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളിയാഴ്ച ദിവസം അവരുടെ ഖബർ ഷരീഫിൽ പോയി ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, ഖുർആൻ ഓതി ദുആ ചെയ്താൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനാണ് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ വെള്ളിയാഴ്ചയും മരണപ്പെട്ടുപോയ വാപ്പാടെ ഉമ്മാടെ ഖബർ സിയാറത്ത് ചെയ്തിരിക്കണം പുരുഷന്മാർ. സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സുന്നത്തില്ലല്ലോ. പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കാര് മരണപ്പെട്ടു പോയി, സാധാരണക്കാര് മരിച്ചു, അവരുടെ ഖബർ സിയാറത്ത് ചെയ്താൽ സ്ത്രീകൾക്ക് പുണ്യമില്ല. സ്ത്രീകൾക്ക് പുണ്യമുള്ളത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മഹത്തുക്കൾ, അവരുടെ മക്കാമുകളിൽ പോകാം. അത് തന്നെ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ച് പരപുരുഷന്മാര് ദർശിക്കാതെ കൃത്യമായി നല്ല രീതിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് വരാം. സാധാരണക്കാരുടെ ഖബർ സിയാറത്ത്, വാപ്പ, ഉമ്മ, സഹോദരൻ, സഹോദരി, ബന്ധുക്കൾ, മക്കൾ, അവരുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്കില്ല. ആർക്കേ സുന്നത്തുള്ളൂ? പുരുഷന്മാർക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിൽ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് മഗ്രിബിന് മുമ്പ്, അന്നത്തെ മഗ്രിബിന് മുമ്പ് നിർബന്ധമായി നമ്മൾ അവിടെ എത്തി സലാം പറഞ്ഞ് യാസീൻ ഓതി ദുആ ചെയ്തിരിക്കണം സഹോദരൻ. യാസീൻ ഓതാൻ അറിയില്ലേ? സൂറത്തുൽ ഫാത്തിഹ ഓതിൻ, ഒരു 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിൻ, അതിനേക്കാൾ കഴിയുമെങ്കിൽ ഓതിൻ, ഒരു ആയത്തുൽ കുർസി അറിയാമെങ്കിൽ ഓതിൻ, എന്നിട്ട് സൂറത്തുൽ ഫലഖും നാസും ഓതി ഖിബിലക്ക് അഭിമുഖമായിരുന്ന് ദുആ ചെയ്യ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബർ സിയാറത്ത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്? പുരുഷന്മാരെ ശ്രദ്ധിക്കണം. വാപ്പയും ഉമ്മയും ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കിബിലയ്ക്ക് അഭിമുഖമായിട്ടാണ് അവരെ കടത്തിയിട്ടുണ്ടാവുക, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ കിബിലയ്ക്ക് പിന്നിട്ട് അവർക്ക് മുന്നിട്ട് കൊണ്ട് നിൽക്കണം. നമ്മുടെ പിറകുഭാഗം എങ്ങോട്ടാണ്? കിബിലയിലേക്കായി. അപ്പോഴേ നമ്മൾ അവരുടെ മുന്നിടാൻ പറ്റുള്ളൂ. അവരുടെ മുഖം ഇങ്ങോട്ട് ചരിച്ചാണ് കടത്തിയിട്ടുണ്ടാവുക. അവിടെ ചെന്ന് ഫ്രണ്ടിൽ നിന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അബി, അപ്പ ഉമ്മ അസ്സലാമു അലൈക്കും പറയണം. അവിടെ നിന്നുകൊണ്ട് ഫാത്തിഹ വിളിച്ച് ഫാത്തിഹ, യാസീൻ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഓതേണ്ട സൂറത്തുകളൊക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് ഓതണം. ഓതിയതിനു ശേഷം പിന്നെ നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി നിൽക്കുക. അപ്പൊ കിബിലയിലേക്കാകും നമ്മൾ. മയ്യത്തിന്റെ ആ കിടക്കുന്നതാകുന്ന ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടേതാകുന്ന തലഭാഗത്ത് പോയി നിന്ന് തിരിച്ച് കിബിലയ്ക്ക് നേരെ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യും. ദുആ ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ആമീൻ പറഞ്ഞ് കൈമുത്തി വീണ്ടും തിരിച്ചു വന്ന് ഇവരുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞു പോകണം. അങ്ങനെയാണ് സിയാറത്തിന്റെ രീതി. അതാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കലില്ല. ചിലർ ഖബറിനടുത്തോട്ട് പോകാറ് പോലുമില്ല. ഖബർ അവിടെയാണ്, ഇവിടെ നിന്നിട്ട് ദ്വാരക്ക. കാരണം അങ്ങോട്ട് പോയാൽ എന്താ? അങ്ങോട്ട് പോയാൽ പോച്ചയുണ്ട്, അതിങ്ങനെ കിളിച്ചു നിൽക്കുന്ന ചില സാധനങ്ങളുണ്ട്, അതിങ്ങനെ മുണ്ടയിലൊക്കെ ഇങ്ങനെ വല്ലാതെ ഉടക്കി പിടിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ആണ് നമ്മൾ. നാളെ നമ്മുടെ മക്കൾ ഇതേപോലെ വന്ന് മാറിയെന്ന് 10 അടി മാറി എന്നിട്ട് ദ്വാരെന്ന് പോയാൽ നമ്മുടെ മാനസികാവസ്ഥ എന്താ സഹോദരൻ? നമ്മൾ ചെയ്യുന്നതിലെ മക്കളെ ചെയ്യുള്ളൂ. വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ദൂരെ എവിടെയെങ്കിലും മാറി നിൽക്കുക, അല്ലെങ്കിൽ പള്ളിക്കകത്ത് തന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ചെറിയൊരു ദ്വാരന്നിട്ടങ്ങ് പോയേക്കുക. അവരുടെ അടുക്കൽ ചെല്ലിൻ. നമ്മുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുക. നിന്റെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരടുക്കൽ ചെല്ലിൻ. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് സലാം പറയും, എന്നിട്ട് കിബിലയ്ക്ക് അഭിമുഖമായിരുന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യൻ, ഓതാനുള്ള സൂക്തങ്ങളൊക്കെ ഓതിൻ, പ്രാർത്ഥിക്കൻ സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇത് തന്നെയാണ് ഏറ്റവും വലുത്. അവരുടെ പേരിലുള്ള സദഖ, അവർക്ക് വേണ്ടി ശരിക്കും ദുആ ചെയ്യുക. പലപ്പോഴും പല ആളുകളും കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒരുപാട് അടിച്ചിട്ടുണ്ട്, തൊഴിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അതാര് മാത്രമേ ഉള്ളൂ? ആരേ ഉള്ളൂ? ഉമ്മ മാത്രമേ ഉള്ളൂ. വാപ്പയോട് പറഞ്ഞാൽ 1ന് 10 തിരിച്ചു പറയും. ഇനി എത്ര കടക്കയിലാണെങ്കിലും എന്ന് പറഞ്ഞാലും ഓർമ്മയുണ്ടെങ്കിൽ വാപ്പ പറയും, പോടാ ഹവാനെ, കള്ള ശൈത്താനെ, ഇബ്ലീസേ എന്ന് പറഞ്ഞ് വാപ്പ തുടങ്ങും. കടക്കയിലാണെങ്കിലും ഉമ്മ വല്ലതും പറയും, മരക്ഷരം വിടൂല. ആ ഉമ്മയുടെ സ്നേഹം പറഞ്ഞാൽ തീരൂല. അല്ലാഹു നമ്മുടെ ഉമ്മമാരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. നിന്റെ ഭാര്യയോട് പറഞ്ഞ ഭാര്യ 2 വാക്ക് പറഞ്ഞ് 3നെ തിരിച്ചു പറയും. ഇനി ഉറക്കം പറഞ്ഞില്ലെങ്കിലും പതുക്കെയാണെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടാവും. നിന്റെ അവരുടെ കൂട്ടുകാരികളോട് പറയും, അവരുടെ കുടുംബത്തോട് പറയും, എല്ലാവരോടും നീ ചീത്ത വിളിച്ചത് പറഞ്ഞിട്ടുണ്ടാവും. നിന്റെ കുറ്റം മാത്രം എല്ലാവരോടും വിളമ്പിയിട്ടുണ്ടാവും.
എന്നാൽ ഉമ്മ നിന്നെ വേദനിപ്പിക്കൂല. നീ എത്ര ചീത്ത വിളിച്ചാലും അത് കേട്ടുകൊണ്ടിരിക്കുകയും നിന്റെ അടിയും നിന്റെ ശകാരങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഒരേ ഒരു വ്യക്തി ലോകത്ത്, അത് ഉമ്മ മാത്രമാണ്. മനസ്സിലാക്കണം. എത്ര ചീത്ത വിളിച്ചാലും കേട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു അഹങ്കാരം കൂടി നിനക്കുണ്ട്. നിന്നോട് തിരിച്ചു പ്രതികരിക്കൂല എന്നുള്ള ചിന്ത നിനക്കുണ്ട്. അതുകൊണ്ടാണ് നീ വീണ്ടും വീണ്ടും കയർത്ത് സംസാരിക്കുന്നത്. എന്ത് വിഷയം ഉണ്ടായാലും ഉമ്മാടി ചാടിക്കുക. ഒരൽപ്പം കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയാൽ ആ പാത്രത്തോടെ എടുത്ത് നിലത്തെറിയും. ചോറിന് അല്പം ഒരു വേവ് കുറഞ്ഞു പോയാൽ കൂടിപ്പോയാൽ ആ ചോറും പാത്രം എടുത്ത് വെളിയിൽ കൊണ്ട് വലിച്ചെറിയും. കറിയിൽ ഒരല്പം എരിവ് കൂടിപ്പോയാൽ പിന്നെ ദേഷ്യം പിടിക്കും, ചൊടിക്കും. മാതാവ് ഒരിക്കലും തിരിച്ചു ചോദിക്കില്ലല്ലോ എന്നുള്ളതാകുന്ന ലക്ഷ്യം നിനക്കുണ്ട്. 10 പേരുടെ മുന്നിൽ വെച്ച് നീ ചീത്ത വിളിക്കും. കേട്ടുകൊണ്ട് കണ്ണീരൊഴുക്കിയാൽ പോലും തന്റെ മകനെ കുറ്റപ്പെടുത്തി മാതാവ് സംസാരിക്കൂല. എന്തു പറ്റിയ ഉമ്മ, നിങ്ങളെ വല്ലവരും ചീത്ത വിളിച്ചോ എന്ന് ചോദിച്ചാലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് സങ്കടത്തിന്റെ സർവ്വ കടലുകളും തന്റെ മനസ്സിൽ ഒതുക്കി നിൽക്കും. അതാണ് പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയുടെ സ്നേഹത്തെ വർണ്ണിക്കാൻ പറ്റൂല സഹോദരങ്ങൾ. എത്ര ശത്രുക്കൾ വന്ന് ഒരുമിച്ച് നിന്നാലും പരിപൂർണമായി ആ ശത്രുവിനെതിരായി സംരക്ഷണം തീർക്കുന്ന ഒരേ ഒരു കവചമുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട ഉമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കോഴികളെ കാണുന്നില്ലേ? കോഴികളെ കണ്ടിട്ടില്ലേ? ഒരു പാമ്പ് അതിന്റെ കുഞ്ഞുങ്ങളെ വന്ന് കൊത്താൻ നോക്കിയാൽ തനിക്ക് ആപത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ പോലും തള്ളക്കോഴി എന്ത് ചെയ്യും? ചിറക് വിടർത്തിയിട്ട് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചാടി നിൽക്കും. ആ കൊത്ത് തനിക്കേറ്റാൽ താൻ മരിക്കുമെന്ന് ഉറപ്പാണ്. തള്ളക്കോഴിക്കറിയാം താൻ മരിച്ചു വീണാലും കുഴപ്പമില്ല, തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരരുത് എന്ന് പറഞ്ഞ് മക്കളെ സംരക്ഷിക്കാൻ കാണിക്കുന്ന തള്ളക്കോഴി എന്ന് പറയുന്ന ആ ഒരു ജീവി. ഇതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും. ഏത് മൃഗങ്ങളായിരുന്നാലും ഏത് ജീവജാലങ്ങളായിരുന്നാലും ഇതിനപ്പുറമാണ്. ഞാനൊരു ഉദാഹരണം വരുന്നു എന്ന് മാത്രം. മാതാവിന്റെ സ്നേഹം ജീവജാലങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ച് കാട്ടുകയാണ്. ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട വസ്തുതയാണ്. എത്ര പറഞ്ഞാലും തീരൂല ഉമ്മയുടെ സ്നേഹം. അല്ലാഹു ഉമ്മമാരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിലേക്ക് വന്നപ്പോൾ അറിയുന്നു തന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. എന്ത് ചെയ്യണം? ആ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എൻ്റെ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ ഈ പാവപ്പെട്ട സഅദ് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅദേ, നീ ഉമ്മായുടെ പേരിൽ ഒരു നല്ല കിണർ നീ നിർമ്മിച്ചു കൊടുക്കിൻ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വസ്തു പ്രവാചകൻ പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു ഒരു മനോഹരമായ വലിയ കിണർ കുഴിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി വഖഫ് ചെയ്തു കൊടുത്തു. ചരിത്രമാണ്. അതിന്റെ മിസ്ല സവാബ്, തത്തുല്യമായ പ്രതിഫലം തന്റെ ഉമ്മാക്ക് കൊടുക്കണമെന്ന് നിയ്യത്ത് ചെയ്തു, ദുആ ചെയ്തു. നമ്മൾ എന്ത് ചെയ്താലും, ഒരാൾക്ക് 10 രൂപ കൊടുത്താലും, ബക്കറ്റിൽ ഒരു 100 രൂപ ഇട്ടാലും, ഒരു മജ്‌ലിസിൽ നമ്മൾ 1000 രൂപ, 2000 രൂപ, 10,000-മോ ലക്ഷക്കണക്കിന് രൂപയോ സ്വതക്ക കൊടുത്താലും അതിൻ്റെ ഒക്കെ ഒരു തത്തുല്യമായ പ്രതിഫലം എൻ്റെ മാതാവിനും പിതാവിനും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ നിയത്തിയൽ സഹോദരങ്ങൾ. വലിയ നേട്ടമാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ നിയ്യത്ത് ചെയ്യണം. അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ദുആ ഇറക്കുമല്ലോ. ഒരു ഫാത്തിഹ ഓതിയിട്ടായിരുന്നാലും എന്താ ദുആ ചെയ്യാ? അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു. അല്ലാഹു, ഞാൻ ഈ ഓതിയതിന്റെ തത്തുല്യമായ പ്രതിഫലത്തെ നീ എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ദുആ ഇറക്കുക. മിസ്ല സവാബ്, മിസ്ല സവാബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തത്തുല്യമായ പ്രതിഫലത്തെ ഔസിൽ നീ എത്തിക്കണം. ആരിലേക്ക്? ഇലാ ഹളറത്തിൻ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഹളറത്തിലേക്ക്. പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്താകുന്ന ബദരീങ്ങൾക്ക്, ഇങ്ങനെ എല്ലാ അമ്പിയാക്കളിലേക്കും എല്ലാ മഹത്തുക്കളിലേക്കും മമ്പുറം തങ്ങളിലേക്കും സിഎം വലിയുള്ളാഹിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ മശായിഖന്മാർക്കും ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുആരക്കലില്ലേ. ഇത് അറബിയിൽ അറിയാത്തവർ മലയാളത്തിൽ ദുആ ചെയ്യാൻ നമ്മൾ എന്ത് നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുമ്പോഴും ഇതിന്റെ ഒരു തത്തുല്യമായ പ്രതിഫലം എൻ്റെ വാപ്പയ്ക്ക്, എൻ്റെ ഉമ്മയ്ക്ക്, എന്നെ ഞാനാക്കി മാറ്റിയതാകുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് നീ നൽകണേ എന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്യാൻ സഹോദര സഹോദരിമാരെ. അതിന് വലിയ
നേട്ടമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകും. ചുരുക്കത്തിൽ ഉമ്മയെ സ്നേഹിക്കാത്തവന് ദുനിയാവിലും ആഖിറത്തിലും വിജയമുണ്ടാവുകയില്ല, ഒരിക്കലും വിജയം ഉണ്ടാവൂല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോളി. നിർത്താറായ 10 മിനിറ്റ് കൂടെ പറയാല്ലേ? പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട് ഹദീസ്. എനിക്കാണ് ഈ വിഷയമൊക്കെ ഇങ്ങനെ വയലുപോലെ പറയണം, എന്നാലേ ഒരു റാഹത്ത് കിട്ടും. നമുക്ക് ഈ മദ്രസയായതുകൊണ്ട് ഒരു കുടിസുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അറിവ് കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുത്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ മനസ്സും നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും നിങ്ങൾ വലിയ സംതൃപ്തരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ലഅഖൂമു അൻ ഉസല്ലിയ വഉരീദു അൻ ഉതവ്വില ഖിറാഅതഹാ. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കും ചില സമയം. വഉരീദു അൻ ഉതവ്വില ഖിറാഅതഹാ. ആ നിസ്കാരത്തിൽ വലിയ വലിയ സൂറത്തുകൾ ഓതാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൈകെട്ടും. നിസ്കരിക്കുന്ന സമയത്ത് പിറകിലതാ ചെറിയ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. ഞാൻ ഭയക്കുകയാണ്. ആ കുട്ടികളുടെ കരച്ചിൽ കാരണം അവരുടെ മാതാവിന് വല്ലാതെ പ്രയാസപ്പെടുമെന്ന് മനസ്സിലാക്കി ഫഅഖ്തസിറു സ്വലാത്തി ഖശിയത അൻ അശുഖല ഉമ്മിഹി. ആ കരയുന്നതാകുന്ന കുഞ്ഞിന്റെ മാതാവിന് ആ കുഞ്ഞിന്റെ കരച്ചിൽ കാരണം നിസ്കാരത്തിൽ എങ്ങനെ കുഞ്ഞിനെ എടുക്കുമെന്ന് ചിന്തിച്ച് പ്രയാസപ്പെടുന്നതായ മാതാവിനെ ഞാൻ ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നിസ്കാരത്തെ ചുരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ വേഗം നിസ്കാരത്തെ ചുരുക്കും. കാരണം കുട്ടികളുടെ കരച്ചിൽ കാരണം ഉമ്മമാർക്ക് വളരെയേറെ പ്രയാസമാണ്, മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു ഉമ്മ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന സമയമാണത്, അല്ലേ? ഒരു കുട്ടി കരയുമ്പോ വാപ്പ അടുത്തോട്ട് കരഞ്ഞുകൊണ്ട് കുട്ടി ഓടി വന്ന വാപ്പാടെ സ്വഭാവം എന്താ? മനസ്സിലായി? ഉമ്മ ആണെങ്കിലോ കുട്ടി കരഞ്ഞാൽ വേഗം ഓടിച്ചെല്ലും. നമ്മളാണെങ്കിൽ ഒരിടത്ത് ഇരിക്കണം, അപ്പൊ കുട്ടിയോടെ മറിഞ്ഞ് താഴോട്ട് വീഴും. അപ്പൊ എന്താണ്? നന്നായി പോയി, സോക്കേട് കയറുന്നു. എന്നോട് കയറല്ലെന്ന് പറഞ്ഞേ, കയറിയപ്പോ സോക്കേട്. അവന് നെറ്റി മുഴച്ച് ഇത്രയും വന്നാൽ പോലും എടുക്കാൻ പോകില്ല. നന്നായി പോയി, നിനക്ക് കിട്ടണ്ടായിരുന്നു, സോക്കേട് കയറുന്നു എന്ന് പറയും. ഉമ്മ ആണെങ്കിലോ, ഭാര്യയാണെങ്കിൽ അങ്ങനെ ഓടിച്ചെന്ന് എടുക്കും. എടുത്ത് ആ മുഴച്ചു വരുന്ന നെറ്റിയിൽ ഒന്നിൽ ഐസിന്റെ കട്ട വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ തിരുമ്മി അതെങ്ങനെയെങ്കിലും റെഡിയാക്കും. പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ചാട്ടി പിടിക്കും. വാപ്പയുടെയും ഉമ്മയുടെയും തമ്മിലുള്ളതാകുന്ന ആ കൃപ പറയര് ഉമ്മാക്കാണ് കുട്ടികളോട് കൂടുതൽ കാരുണ്യം, വാത്സല്യം. പക്ഷെ ആ ഉമ്മയും വാപ്പയുമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒറ്റപ്പെടുത്തുന്നത്. ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ വാപ്പയും ഉമ്മയും തനിച്ചിരുത്താൻ വേണ്ടി ആളുകൾ ഇന്ന് നൊമ്പരെ വലിയ താല്പര്യം കാണിക്കാൻ. വാപ്പയും ഉമ്മയും വീട്ടു തടങ്കലിലാക്കാൻ, എന്നിട്ട് ഇവര് കറങ്ങാൻ പോവാൻ. കറങ്ങി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ഭക്ഷണ പൊതി ഉണ്ടാകും. അത് തൊട്ടപ്പുറത്ത് റൂമിൽ വെച്ച് ഭാര്യയും ഭർത്താവും ഇരുന്ന് കഴിക്കാൻ. തൊട്ടപ്പുറത്ത് റൂമിൽ ഒരു ഭിത്തിക്കപ്പുറത്ത് മണം പിടിച്ചുകൊണ്ട് ആരുണ്ട്? വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. അവർക്ക് പോലും ഒരു അല്പം പോലും കൊടുക്കാത്ത മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, കുടുംബങ്ങൾ ഇന്ന് അധികരിച്ച കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉണ്ട്, ധാരാളം ഉണ്ട്. ഇല്ലെങ്കിൽ ഇവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കും. പാർക്കിലും മാളിലും ബീച്ചിലും ഒക്കെ പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരിക. ഉമ്മ വീട്ടില് ഇവർക്ക് വേണ്ടി, മകന് വേണ്ടി, മരുമോൾക്ക് വേണ്ടിയൊക്കെ സാധനമൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ്. മോനെ വാ കഴിക്കാം. എന്താ കൂട്ടാൻ? അത് നല്ല ചാളയാണ്, മത്തിക്കറി. ആ ഉമ്മ കൂട്ടിക്കും. വെളിച്ചം കാലത്ത് നമുക്ക് വേണ്ട. ഞങ്ങൾ നല്ല കുഴിമന്തി കഴിച്ച്, റൈദാൻ കുഴിമന്തി ഞങ്ങൾ അടിച്ചിട്ട് വരികയാണ്. നല്ല കിഴിപൊറോട്ട അടിച്ചിട്ട് വന്നിരിക്കുകയാണ്, അൽഫാം. ഉമ്മാക്ക് വേണേ മണപ്പിച്ച്, കൈ വേണേ മണപ്പിച്ച് കൊടുക്കും. നല്ല ഫുഡായിരുന്നു, നല്ല റാഹത്ത്. അതാണ് മക്കൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഉമ്മയുടെ നെഞ്ചകം പൊട്ടുന്നുണ്ട്, ഉമ്മ പുറത്ത് കാണിക്കുന്നില്ല.
ഉമ്മാക്ക് അതൊന്നൊരു വിഷയമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ, വീട്ടിൽ ആഹാരം വെക്കുന്നു, ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത് ആരാണ്? ആ വീട്ടിലെ ഉമ്മയാണ്. ആ വീട്ടിലെ ഉമ്മയാണ്. ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. 1 കിലോ ഇറച്ചിയെ വാങ്ങിച്ചിട്ടുള്ളൂ, കോഴിയിറച്ചി. എത്ര വേണമെന്ന് പറഞ്ഞാലും തീന്മേശയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും. ആദ്യം തന്നെ നല്ലതുപോലെ പീസ് ഇട്ട കഷ്ണം ഇട്ടാ കൊണ്ടുവന്നത്. വീണ്ടും മക്കളും മരുമക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ. വീണ്ടും പറയാം 2 കഷ്ണമായി കൊണ്ടുപോവാ. പാപ്പ വല്ലിച്ചാരി ഇരുന്ന് പറയാൻ, പാപ്പ ഇരുന്ന് അടിച്ച് കസറുകൾ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഉമ്മായിട്ട് ഭയങ്കരമായ ഭക്ഷണം കഴിപ്പായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തേനേ പാലായിരുന്നു. പിന്നെ വാപ്പക്ക് നേരത്തെ കഴിക്കണം. ഇപ്പൊ ഷുഗറുണ്ട്, ഷുഗർ 600ആണ്. അതുകൊണ്ട് മഗ്‌രിബ് കഴിഞ്ഞാൽ ഉടനെ ഫുഡ് കഴിക്കണം. ഉമ്മാക്കും ഉണ്ട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ. പക്ഷെ ഉമ്മ കഴിച്ചോ എന്ന് ചിന്ത പോലും ഇല്ല. നീ പിന്നെ കഴിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇപ്പോഴേ കഴിക്കുന്നില്ല, മക്കളൊക്കെ കഴിച്ചിട്ട് കഴിച്ചാൽ മതി. പാപ്പ നേരത്തെ ഫുഡ് കഴിച്ചു. മക്കളെന്നാ ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മയെ ചേർത്തിരുത്തി കഴിക്കും, അതുമില്ല. വീണ്ടും വീണ്ടും കറി ചോദിക്കുന്നു. അവസാന ചട്ടിയിൽ ഒന്നുമില്ല, 1 പീസേ ഉള്ളത്. ഉമ്മാക്ക് വേണ്ടി ഉമ്മ തന്നെ മിച്ചം വെച്ചതായിരിക്കാം. പക്ഷെ മക്കള് നിർബന്ധിക്കുമ്പോൾ അതും കൂടി കൊണ്ട് കൊടുക്കും. ഉമ്മാക്ക് വേണ്ട കറി. അവസാന കറിയുടെ ചട്ടി വടിച്ചു കഴിച്ച എത്ര ഉമ്മമാര് ഈ സദസ്സ് വീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പലപ്പോഴും നമ്മുടെ ഭാര്യമാർ അങ്ങനെയാണ്. അവർ പറയാറില്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരിമാര് വിവാഹം കഴിച്ച് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ആദ്യം തന്നെ അല്പം കറി മാറ്റി വെച്ചേക്കും. കാരണം ഇത് കൂട്ടുകുടുംബമാണ്, ഹലാക്ക്, കളി തീർന്നു പോകും. അതുകൊണ്ട് വേഗം തന്നെ ഒരു ചെറിയ പാത്രത്തിൽ 2-3 പീസ് ഇട്ടിട്ട് മാറ്റി ഭരണിക്കകത്തുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കും. ഇവിടെ തീർന്നാലും കുഴപ്പമില്ല, കാരണം ലാസ്റ്റ് എന്തുണ്ട്? മിച്ച ഇരിപ്പുണ്ട്. അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ ഉമ്മമാർക്കില്ല. നമ്മുടെ ഭാര്യമാർക്കുണ്ടാവും, ഉമ്മമാർക്കതില്ല. ഉമ്മമാരത് ഫുള്ള് കൊടുക്കാൻ, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി എത്ര വേണമെങ്കിലും കൊടുക്കും. ഒന്നും വേണ്ട അവർക്ക്. ആ ചട്ടിയിൽ ഒരല്പം ചോറിട്ട് കഴിച്ചാൽ മതി. ഇനി ഒന്നുമില്ലേ, വെള്ളം കുടിച്ചു പോയി കിടക്കാനും അവർ റെഡിയാണ്. അതാണ് മാതാവിന്റെ സ്നേഹം. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിനൽ ബുകാ മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. മാതാപിതാക്കളെ കരയിക്കൽ വൻ പാപമാണ്, വൻ പാപമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എത്രയെത്ര മാതാക്കളാണ് കരഞ്ഞുകൊണ്ട് വിളിക്കാറുള്ള, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മരുമകൾ എന്നോട് മോശമായി പെരുമാറി, എന്റെ മകള് എന്നോട് മോശമായി പെരുമാറി, ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതാകുന്ന മക്കൾ എന്റെ സമ്പത്ത് മുഴുവനും വാങ്ങിച്ചെടുക്കാൻ താല്പര്യപ്പെടുകയാണ്, എന്നെ നോക്കാൻ അവര് തയ്യാറല്ല. ഞങ്ങളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാടിയാണ്. വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുറിയിലേക്ക് കേസ് ഫയൽ ചെയ്തിട്ടുള്ള മക്കൾ എത്രയാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മിനൽ ബുകാ മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. വൻ പാപങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് സാബ. കള്ളു കുടിക്കുന്നത് പോലെ, വ്യഭിചരിക്കുന്നത് പോലെ, സിനിമ കാണുന്നത് പോലെ, സീരിയൽ ദർശിക്കുന്നത് പോലെ, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നത് പോലെ, പലിശയുമായി ബന്ധപ്പെടുന്നത് പോലെ, ശിർക്കുമായി ബന്ധപ്പെടുന്നത് പോലെ വൻ പാപങ്ങളുടെ ലിസ്റ്റിൽ പെട്ടതാണ് മാതാപിതാക്കളെ കരയിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ കാരണം നിന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പരിപൂർണമായി അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ മരണപ്പെടൂല. മരിച്ച ഖബറിലേക്ക് ചെന്നാൽ പ്രയാസമാണ്, മഹ്ശറയിലേക്ക് എത്തിയാൽ പ്രയാസമാണ്. അതുകൊണ്ട് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണേ. തീർച്ചയായും ആഖിറത്തിൽ വലിയ ദുഃഖമാണ്. മാതാവിനും പിതാവിനും ഗുണം ചെയ്ത് നിലകൊണ്ടാൽ തീർച്ചയായും നിനക്ക് രക്ഷയാണ്. നിന്റെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥന കിട്ടിയാൽ എല്ലാ ഉയർച്ചയും നിനക്കുണ്ടാകും, തീർച്ചയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ ഗ്രന്ഥം അത് പരിശുദ്ധ
പ്രവാചകന്റെ തിരുവചനങ്ങളെ കോർവ ചെയ്തതാകുന്ന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാ. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയിതാ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാണ്. ഉമ്മയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാഹ്, അലിമാക്കണേ അല്ലാഹ്. കാഴ്ചയില്ലാതിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 2 വയസ്സ് വരെ പൂർണ്ണനായി അന്ധനായിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ പഠിക്കണേ. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഇതാ ഒരിക്കൽ വലിയതാകുന്ന രീതിയിൽ മനോഹരമാകുന്ന കാഴ്ച അല്ലാഹു നൽകുകയാണ്. ആ ഉമ്മയുടെ അടുക്കൽ ഇതാ സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മയോട് പറയുകയാ, വഖദ് റദ്ദല്ലാഹു ഇബ്നക, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാഴ്ചയെ ഇതാ തിരിച്ചു നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? ബിദുആഇക യാ ഉമ്മ, ബിദുആഇക യാ ഉമ്മ. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് നിങ്ങളുടെ മകനെ കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണമെന്ന് ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ബുഖാരി ഇമാമിന്റെ മാതാവിനോട് പറയുകയാണ്. നേരം വെളുത്ത് നോക്കുമ്പോ മകനിതാ കാഴ്ച പൂർവാധികം ഭംഗിയായി ലഭിക്കുകയാ. ജന്മനാ കാഴ്ചയില്ലാതിരുന്ന ഇമാം ബുഖാരി 2-ാം വയസ്സിൽ പൂർണ്ണ കാഴ്ചയുള്ളതായ വ്യക്തിയായി മാറിയത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ലോകം കണ്ട് അറിയപ്പെട്ട വലിയ ആലിമായി, വലിയ പണ്ഡിതനായി, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹൽ ഗ്രന്ഥം രചിക്കത്തക്ക വിധത്തിലുള്ള വലിയതാകുന്ന വ്യക്തിത്വമായി മാറാനുള്ള കാരണം തന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് പിന്നീട് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും നിസാരപ്പെടുത്തരുതേ. നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനം ആ വാപ്പയാണ്, ഉമ്മയാണ്. നീ ഏത് യാത്ര പോയാലും, നീ പരീക്ഷയ്ക്ക് വേണ്ടി പോയാലും, നീ ജോലി തേടി പോയാലും, നീ പ്രവാസ ലോകത്തേക്ക് പോയാലും, നീ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയാലും, നിന്റെ വീടിന്റെ അകത്തളത്തിലിരുന്ന് ജനലിലൂടെ നീ പോകുന്നതാകുന്ന വഴിയിലേക്ക് നോക്കി മനസ്സിന്റെ നെടുവേർപ്പോടുകൂടി അല്ലാഹുവേ എന്റെ പൊന്നുമോളെ അനുഗ്രഹിക്കണേ അല്ലാ, എല്ലാ വിപത്തുകളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് നിന്റെ മാതാവാണ്, നിന്റെ പിതാവാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്ത് എടുക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരു പ്രയാസവും നിനക്കുണ്ടാവുകയില്ല. ദുനിയാവ് കൈവെള്ളയിൽ വേണോ? ദുനിയാവും ആഖിറവും നിന്റെ കൈവെള്ളയിൽ ഒതുക്കണോ? മാതാവിനെ കൊണ്ട് സാധിക്കുമേ, പിതാവിനെ കൊണ്ട് സാധിക്കുമേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും പ്രായാധികമാകുന്ന മാതാപിതാക്കൾ അടുക്കലെത്തിച്ചാൽ വലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന ഒരു വാക്ക് പോലും അവരോട് പറയരുതേ. ഒരൊറ്റ വാക്ക് മതി അവരെ വേദനിപ്പിക്കാൻ. ആ വാക്ക് നീ പറഞ്ഞാൽ അവർക്ക് വല്ലാതെ പ്രയാസമുണ്ടായി പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാണ്. ചീത്ത വിളിക്കുന്നവരെ, മാതാപിതാക്കളെ തെറി വിളിക്കുന്നവരെ, അവരെ ശകാരിക്കുന്നവരെ, അവരെ കൈകൊണ്ടും കാലുകൊണ്ടും ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നവരെ, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നവരെ, ദുനിയാവും ആഖിറവും നഷ്ടമാണ്. കേട്ടിട്ടില്ലേ താബികളിൽ പ്രമുഖനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അങ്ങകലെ യമനിലുള്ള കർണദേശക്കാരനാകുന്ന മഹാനുഭാവന് താബിആണ്, സയ്യിദു താബിഈനാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിത്വമാണ്. സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള വ്യക്തികളല്ലേ താബിഈങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാത്തവരല്ലേ. നബി തങ്ങൾ മദീനയിൽ ജീവിച്ചിരുന്ന അതേ കാലയളവിൽ തന്നെ, അതേ കാലഘട്ടത്തിൽ തന്നെ കർൺ എന്ന് പറയുന്നതാകുന്ന യമൻ ദേശത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയാണ്. ആ പ്രവാചകരെ കാണാനും വിശുദ്ധമായ ഉംറ നിർവഹിക്കാനും പലപ്പോഴായി ഇറങ്ങിയതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഉവൈസ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
അവസാന കാലഘട്ടത്തിൽ ആ മുത്തുനബിയെ ഒന്ന് കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ ഇറങ്ങാൻ പോകുമ്പോ തന്റെ മാതാവ് സുഖമില്ലാതെ കിടക്കുകയാണ്. തന്റെ മാതാവിന് ഖിദ്മത്ത് എടുക്കലാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിയ ഉവൈസ് റളിയല്ലാഹു അൻഹു തന്റെ മാതാവിന് ഖിദ്മത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, മദീനയിലെ രാജകുമാരൻ മദീനയിൽ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ തന്നെ ആ പ്രവാചകരെ പോയി കാണാൻ എനിക്ക് അവസരമില്ലല്ലോ അല്ലാ, എനിക്ക് എന്റെ മാതാവിന് ഖിദ്മത്ത് എടുക്കണമല്ലോ. തീരെ സുഖമില്ലാതെ കിടപ്പിൽ കിടക്കുന്നതാകുന്ന മാതാവിനെ 16 ദിവസത്തേക്ക് നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ട് പോലും ബഹുമാനപ്പെട്ടവർ വീണ്ടുന്ന കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് പോലും തന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ മറ്റാരുമില്ല, ഞാൻ തന്നെ വേണമല്ലോ എന്ന് മനസ്സിലാക്കി 16 ദിവസം വേണം അന്ന് അക്കാലഘട്ടത്തിൽ യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന് തിരിച്ചു പോകാൻ. ആ 16 ദിവസത്തേക്ക് വേണ്ടുന്ന ഉമ്മയ്ക്ക് വേണ്ടുന്ന സർവ്വസഹായങ്ങളും ബഹുമാനപ്പെട്ടവരെ ചെയ്തു വെച്ചിട്ട് പോകാൻ തുനിയുമ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല. തന്റെ ഉമ്മയുടെ അടുക്കൽ താനുണ്ടാവണമെന്നുള്ള ചിന്തയാണ്. അവസാനം ഞാൻ നബിയുടെ അടുക്കൽ പോയിട്ട് വരമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാവിന് ചുംബനം കൊടുത്തിട്ട് 16 ദിവസത്തെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉമ്മയ്ക്ക് ഒരുക്കി വെച്ചിട്ട് പോകുമ്പോ ഉമ്മ വിളിക്കുകയാണ്, വീണ്ടും തിരിച്ചു വരികയാണ്. ഉമ്മയുടെ ചാരത്ത് നിലകൊള്ളുകയാണ്. അവസാനം ബഹുമാനപ്പെട്ടവർ കേൾക്കുകയാണ്, ജീവിച്ചിരുന്ന അതേ കാലയളവിൽ മദീനയിൽ ജീവിച്ച ജീവനോടുകൂടി നിലകൊണ്ട പ്രവാചകനെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും തന്റെ സുഖമില്ലാത്ത മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് തന്റെ ജീവന്റെ തുടിപ്പാകുന്ന മുത്തുനബി വഫാത്തായിരിക്കുന്നു. വല്ലാതെ വിഷമിച്ചു പോയി ഉവൈസ്. പക്ഷെ ഒരൊറ്റ സന്തോഷമുണ്ട്, തന്റെ ഉമ്മയുണ്ടല്ലോ, ഉമ്മയിലൂടെ എനിക്ക് സ്വർഗം പുൽകാൻ സാധിക്കും, എനിക്ക് എന്നെ പ്രവാചകരെ അവിടെ വെച്ച് നേരിട്ട് കാണാൻ സാധിക്കും. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ്. അവസാന ഈ സമയത്ത് നിന്ന് വിട പറയുന്ന പ്രവാചകൻ വഫാത്തിന് മുമ്പ് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാ, അതിൽ പ്രമുഖനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഇന്ന ഫീകും മിൻ അഹ്ലിൽ യമനി ഇസ്മുഹു ഉവൈസുൽ ഖർനി. തീർച്ചയായും ഉവൈസുൽ ഖർനി എന്ന് പറയുന്നതാകുന്ന ഒരു മനുഷ്യൻ അങ്ങകലെ യമൻ ദേശത്ത് നിന്ന് നിങ്ങളിലേക്ക് കടന്നു വരുമേ. ഖറനദേശക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ഒരടയാളം, ഒരു വെള്ളപ്പാണ്ടിന്റെ രോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് പരിപൂർണമായി അള്ളാഹു ശിഫപ്പെടുത്തി കൊടുത്തു. ഒരു നാണയത്തിന്റെ വലിപ്പത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ മുതുകിൽ ആ വെള്ളപ്പാണ്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് അദ്ദേഹമാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ്. അല്ലയോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഉമറേ, അദ്ദേഹത്തെ നീ കണ്ടുമുട്ടിയാൽ നീ നിനക്ക് വേണ്ടി പാപമോചനത്തിന് തേടിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരോട് പറയാൻ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങൾ അദ്ദേഹത്തെ ജീവിത കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പാപമോചനത്തിന് തേടിക്കണം. നിങ്ങളുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ പറയണം. അദ്ദേഹം പാപമോചനം തേടിയാൽ അള്ളാഹു പുറത്തു വരും. അപ്പൊ ആരാണ് ഇയാൾ? കിട്ടിയ നേട്ടം ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്ത് നിലകൊണ്ട വ്യക്തിയാണ്. പവർ കൂടി, ദറജ കൂടി. നബിയെ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ ആരായിരുന്നു? സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തിയാൻ. സ്വഹാബിയല്ല, അതിന് തൊട്ടടുത്തതാകുന്ന കാലക്കാരൻ സയ്യിദ് താബിഈങ്ങളുടെ നേതാവാണ്. ജീവിച്ചിരിക്കുന്ന അതേ കാലയളവിൽ മദീനയിലുണ്ട്. പോകാൻ വേണ്ടി എല്ലാം ഒരുക്കുമുതലായി. 16 ദിവസത്തെ യാത്രയാണ് പോയി തിരിച്ചു വരുന്നതിന്. എല്ലാ സാധനങ്ങളും അടുപ്പിച്ചു വെച്ചു. പക്ഷെ പോകുമ്പോൾ ഉമ്മയുടെ ഒരു വിളി തിരിച്ചു വിളിച്ചു. ഉമ്മ അടുത്ത് തന്നെ നിന്നു. തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവര്, എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴും. ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്ത് നിലകൊള്ളണം. തീരെ പ്രായമെത്തിപ്പോയി, കിടക്കിൽ തന്നെയാണ്, കിടപ്പിലാണ്, ഇനി ഉമ്മ വിട്ട് പോകാൻ പറ്റൂല. അങ്ങനെ അവിടെ തന്നെ നിന്നു. പ്രവാചകർ വഫാത്ത് വിവരം അറിയുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോയപ്പോ ആ മദീനയിലെ വാതിലിനടിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കണം, ആരാണത്? ഓരോ യമൻകാർ വരുമ്പോഴും ആ യമൻകാരോട് ചോദിക്കും, അഫീക്കും,
ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ എന്ന് ചോദിക്കും. ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യമനിൽ നിന്ന് ആരെങ്കിലും വന്നെന്നറിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കും, എന്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ. അപ്പോഴാണ് ഒരിക്കൽ ആര് വരുന്നത്? ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു സംഘത്തോടൊപ്പം വരിക, യമനിൽ നിന്നൊരു കൂട്ടത്തോടൊപ്പം. ചോദിച്ചു, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന വ്യക്തിയുണ്ടോ? അദ്ദേഹം കൈകത്തി, നഅം, ഉണ്ട്, ഞാനാണ്. നോക്കുമ്പോൾ ഒരു സാധാ സീതാ മനുഷ്യനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി കാണാൻ. നബി തങ്ങൾ വഫാത്തായി. ബഹുമാനപ്പെട്ടവർ വളരെ ആദരവോടുകൂടി വിളിച്ചു, വളരെ ഭവ്യതയോടുകൂടി അദ്ദേഹത്തെ സദസ്സിലിരുത്തി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്കാണ് ഒരു വെള്ളപ്പാണ്ടുണ്ടായിരുന്നത്. ആ വെള്ളപ്പാണ്ട് നിങ്ങളുടെ മുതുകിൽ നിന്ന് ഒരല്പം മാത്രം ഇപ്പോൾ ഒരു നാണയത്തൊട്ടിന്റെ വലിപ്പത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ ബാക്കിയാക്കിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഷിഫായിട്ടുണ്ട്. നേരാണോ? നേരാ, ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുത്തു, ഇതാണ്. ബഹുമാനപ്പെട്ടവർ ഉടനെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. യമൻ ദേശക്കാരനാകുന്ന മുറാദ് ഖർൻ എന്ന് പറയുന്ന ദേശത്തിൽ നിന്ന് ഉവൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരും. അവൻ്റെതാകുന്ന ശരീരത്തിൽ മുഴുവനും വെള്ളപ്പാണ്ട് ബാധിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ ദുആ നിമിത്തമായി പരിപൂർണമായി ശിഫപ്പെട്ടു. ഒരു ചെറിയ നാണയത്തിന്റെ വലിപ്പത്തിൽ അല്ലാഹു അത് ബാക്കിയാക്കിയിട്ടുണ്ട്. ദുആ ഇജാബത്തുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊണ്ട് നീ പാപമോചനത്തിന് തേടണേ എന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പാപമോചനത്തിന് അർപ്പിച്ചാലും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പഠിക്കണം സഹോദരങ്ങൾ, പഠിക്കണം. ഇന്നത്തെ തലമുറ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്നതിലൂടെ കിട്ടിയ നേടിയ പവറാണ്. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലി ഉമറ, അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. പാപമോചനത്തിന് തേടി ബഹുമാനപ്പെട്ടവർ പോയി. പിന്നീട് യമനിൽ നിന്ന് ആര് വന്നാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ മറ്റേ ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? ഉവൈസ് ബിൻ ആമിറിനെ അറിയാമോ? പലർക്കും അറിയില്ല, ഇയാൾ ഇത് ആരാണ്, വലിയ സംഭവം ഒന്നും പലർക്കും അറിയില്ല. പറഞ്ഞ അറിയാം, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ താഴ്ന്ന ജീവിതം നയിച്ച് വളരെ ലാളിത്യമാർന്ന ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, അങ്ങനെയാണ്. മിക്കപ്പോഴും നോമ്പ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് കഴിയുന്നു പോകുന്ന വ്യക്തിയാണ്. അപ്പൊ പറഞ്ഞു, ബഹുമാനപ്പെട്ടവര് നിസാരക്കാരല്ല. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഞാൻ മുത്തുനബി പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ പോയി ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആര് വന്നാലും പറഞ്ഞു. അങ്ങനെ ആളുകൾ കൂട്ടത്തോടെ പിന്നെ പോകാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. ഇത് പറയുമ്പോഴേ ബഹുമാനപ്പെട്ടവർ ചോദിക്കും, ഉവൈസ് ഖർനി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടിട്ട് വന്നാണോ എന്ന് ചോദിക്കും. കാരണം അദ്ദേഹം കൊണ്ട് പിന്നെ ആളെ പറഞ്ഞു വിടാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. ആളുകളില്ലാത്ത സ്ഥലത്തേക്ക് ഒഴിഞ്ഞ ജീവിതം നയിച്ചു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ മഹാനുഭാവന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത കിട്ടിയതാകുന്ന വലിയ വ്യക്തി അദ്ദേഹത്തിന് വലിയ ഉന്നതിയിലേക്ക് അല്ലാഹു എത്തിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ പോലും അദ്ദേഹത്തെ കൊണ്ട് പാപമോചനത്തിന് എത്തിക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പ്രവാചകരെ കാണാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ട് പോലും ആ അവസരത്തെക്കാൾ വലുത് തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത് കൂടലാണ് എന്ന പ്രവാചകന്റെതാകുന്ന വചനം അന്വർത്ഥമാക്കി ജീവിതം നയിച്ച മഹാനുഭാവന് അല്ലാഹു ഉന്നതമായ പദവി നൽകി. സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം.